ഹരിവരാസനം, അയ്യപ്പന്റെ ഉറക്കുപാട്ട്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പൻ എന്ന പോലെ പ്രിയപ്പെട്ടതാണ് ഈ കീർത്തനം. ഇത് കേൾക്കുന്നത് തന്നെ പുണ്യമായാണ് പലരും കരുതുന്നത്. ശബരിമലയിൽ അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തിയും മറ്റ് പൂജാരിമാരും രാത്രി 10:55 അയ്യപ്പ വിഗ്രഹത്തിന്റെ ഇരുവശത്തും നിന്നുകൊണ്ട് ഭഗവാന്റെ ഈ ഉറക്കുപാട്ട് ചൊല്ലും. അതേസമയം തന്നെ യേശുദാസ് പാടിയ ഭക്തി നിർഭരമായ ഹരിവരാസനം പുറത്ത് മൈക്കിലൂടെ കേട്ടു തുടങ്ങും. ഈ സമയം തീർത്ഥാടകർ ഭക്തിയോടെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും. സന്നിധാനം ഹരിവരാസന ധ്വനികളിൽ ഭക്തി നിർഭരമാവും. ഹരിവരാസനം പകുതിയെത്തുമ്പോൾ പരികർമ്മികൾ ശ്രീകോവിലിനുള്ളിലെ ദീപങ്ങൾ ഓരോന്നായി അണയ്ക്കും. തുടർന്നൊച്ചയുണ്ടാക്കാതെ അവർ ശ്രീകോവിലിൽ നിന്നിറങ്ങും. കീർത്തനം അവസാനിക്കുമ്പോൾ ശ്രീകോവിലിൽ മേൽശാന്തിയും അയ്യപ്പനും മാത്രമേ ഉണ്ടാകൂ. അവസാന വരി പാടുമ്പോൾ മേൽശാന്തി ശ്രീകോവിലിന്റെ വാതിൽ പതിയെ അടച്ചു പുറത്തിറങ്ങും. പിന്നെ അയ്യപ്പൻ ഉറങ്ങുന്നു എന്നാണ് സങ്കല്പം. ശബരിമല സന്നിധാനത്ത് നിന്ന് രാത്രി ഹരിവരാസനം കേൾക്കുന്നത് ഭക്തരെ സംബന്ധിച്ച് സായുജ്യവും പുണ്യവുമൊക്കെയാണ്. ആരുടെയും മനസ്സപ്പോൾ ഭക്തിയുടെ പരകോടിയിലെത്തും. പിറ്റേന്ന് പുലർച്ചെ നട തുറക്കുന്നത് വരെ സന്നിധാനത്ത് പിന്നെ ശരണാരവങ്ങളില്ല. ഇങ്ങും നിശബ്ദത മാത്രം. അയ്യപ്പന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണ് ഹരിവരാസനം. ഇതിൽ ആദ്യ താളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തപ്പെട്ട 16 പാദങ്ങളാണുള്ളത്. അതിൽ 7 പാദം മാത്രമാണ് ശബരിമല അയ്യപ്പനെ ഉറക്കുവാൻ പാടാറുള്ളത്. 1975 മേരിലാൻഡ് സുബ്രഹ്മണ്യം നിർമ്മിച്ച് പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെയാണ് ഹരിവരാസനം ജനപ്രിയമായത്. മധ്യമാവധി രാഗത്തിൽ ദേവരാജൻ മാസ്റ്ററാണ് ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയത്. ഗാനഗന്ധർവൻ യേശുദാസ് ഗാനം ആലപിച്ചു. അതോടെ ഹരിവരാസനം ഭക്തിഗാനങ്ങളിൽ ഒന്നാമതായി. കാലങ്ങളായി അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ഹരിവരാസനത്തിന്റെ കർത്തൃത്വത്തെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ പുറക്കാട് ആനന്ദേശ്വരം സ്വദേശിനിയും അയ്യപ്പ ഭക്തയുമായിരുന്ന കോന്നകത്ത് ജാനകി അമ്മയാണ് 1923 ഈ കീർത്തനം രചിച്ചതെന്നൊരു അഭിപ്രായമുണ്ട്. ജാനകി അമ്മയുടെ മകൾ ബാലാമണി അമ്മ ഇതിന്റെ കർത്തൃത്വത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ജാനകി അമ്മയുടെ പിതാവ് അനന്തകൃഷ്ണ അയ്യർ 1907 മുതൽ ശബരിമലയിലെ മേൽശാന്തിയായിരുന്നു. ജാനകി അമ്മ ഗർഭിണിയായിരിക്കെ ഹരിവരാസനം എഴുതി ശബരിമലയ്ക്ക് പോയ പിതാവിന്റെ കയ്യിൽ കൊടുത്തയച്ചുവെന്നാണ് പറയപ്പെടുന്നത്. കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ്വര അയ്യരാണ് ഹരിവരാസനത്തിന്റെ രചയിതാവെന്നാണ് മറ്റൊരു വിശ്വാസം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കല്ലടക്കുറിച്ചിയിലാണ് കമ്പക്കുടി. പന്തളത്ത് നിന്ന് പുലിപ്പാലിന് പോയ അയ്യപ്പൻ വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്നു. യാത്രക്കിടയിൽ കാട്ടിനുള്ളിൽ അയ്യപ്പൻ ഒരു കുടിൽ കണ്ട് അവിടേക്ക് കയറി ചെന്നു. അത് കരന്തയാർ പാളയത്തിൽ വിജയൻ എന്ന തമിഴ് ബ്രാഹ്മണന്റെ വസതിയായിരുന്നുവെന്ന് ഐതിഹ്യമുള്ളതായി ഹരിവരാസനം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്ത PR രാമചന്ദ്രൻ പറയുന്നു. ഭക്ഷണം തീർന്നതിനാൽ അയ്യപ്പന് വിജയന്റെ കുടുംബം ബജറ കഞ്ഞി കൊടുത്തു. രാത്രി അവിടെ ഉറങ്ങിയ അയ്യപ്പനെ പുലർച്ചെ കാണാനില്ലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന വിജയൻ ദമ്പതിമാർക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ കുഞ്ഞു പിറന്നു. ബജറയ്ക്ക് തമിഴിൽ കമ്പ് എന്ന് പറയും. അതിനാൽ ഈ കുടുംബം പിന്നീട് കമ്പംകുടി എന്ന് അറിയപ്പെട്ടു. കമ്പംകുടി കുടുംബം കേരളത്തിലേക്ക് കുടിയേറി. എറണാകുളത്തും പാലക്കാട്ടുമൊക്കെ ശാഖകൾ ഉണ്ടായി. അവർ ശാസ്താപ്രീതി പാരമ്പര്യം കേരളത്തിൽ എത്തിച്ചു. കേരളത്തിൽ എല്ലാ തമിഴ് ബ്രാഹ്മണ സമൂഹങ്ങളിലും ഇതുണ്ട്. ശാസ്താസ്തുതി കദംബം എന്ന കുളത്തു അയ്യർ 1920 തമിഴിൽ ഇറക്കിയ പുസ്തകത്തിലാണ് ഹരിവരാസനം ഇടം നേടിയത്. ഇത് പിന്നീട് 1963 തിരുവനന്തപുരം ജില്ലയിലെ ജയചന്ദ്ര ബുക്ക് ഡിപ്പോ മലയാളത്തിൽ ഇറക്കി.
ഇതിൽ സമ്പാദകൻ കമ്പക്കുടി കുളത്തു അയ്യർ എന്ന് ചേർത്തതായി മലയാളത്തിലിറങ്ങുന്ന ലേഖനങ്ങളിൽ കാണുന്നു. സമ്പാദകൻ എന്ന് വെച്ചാലുള്ള ഗുണം എഴുത്തുകാരന് റോയൽറ്റി കൊടുക്കേണ്ട എന്നതാണ്. കുളത്തൂർ അയ്യർ എന്നും കുളത്തൂർ ശ്രീനിവാസ അയ്യർ എന്നുമൊക്കെ പലതിലും കാണാം. തമിഴിൽ പണ്ട് സാധാരണമായ പേർ കുളത്തു അയ്യർ എന്നാണ്. കല്ലടക്കുറിച്ചിക്കാർ അദ്ദേഹത്തെ അറിയുന്നത് സുന്ദരം കുളത്തു അയ്യർ എന്നാണ്. അംബാസമുദ്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ കല്ലടക്കുറിച്ചി കരന്തയാർ പാളയം അഗ്രഹാരത്തിൽ ഒരു ശാസ്താക്ഷേത്രമുണ്ട്. ഇവിടെയാണ് തമിഴ് ബ്രാഹ്മണ സമൂഹങ്ങളിലെ പ്രധാന ആഘോഷമായ ശാസ്താപ്രീതി ആദ്യമായി നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ശാസ്താവ് രാജ്ഞിമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോടൊപ്പം ഇരിക്കും വിധമാണ് പ്രതിഷ്ഠ. ലോകത്തെവിടെ ശാസ്താപ്രീതി നടന്നാലും ഇവിടുത്തെ ശാസ്താവിനാണ് കാണിക്ക. കർക്കടകത്തിലാണിത് നടക്കുക. ഇവിടുത്തെ ശാസ്താവ് കുളത്തു അയ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് കുളത്തൂപ്പുഴ അയ്യപ്പനുമായി ബന്ധമില്ല. കൃഷ്ണൻ നായർ എന്നയാൾ വിമോചനാനന്ദ സ്വാമികൾ എന്ന പേരിൽ സന്യാസിയായി. അദ്ദേഹം അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കാൻ ദക്ഷിണേന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി. ഹരിവരാസന കീർത്തനം അദ്ദേഹം നാടെങ്ങും പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് ആരാധിക്കുന്നവർ തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ ധാരാളമുണ്ട്. സ്വാമി വിമോചനാനന്ദൻ 1955 ശബരിമലയിൽ ആദ്യമായി ഈ കീർത്തനം ആലപിച്ചു. അതിനുശേഷം ഹരിവരാസനം പാടിയാണ് ക്ഷേത്രനട അടയ്ക്കുന്നത്. സ്വാമി വിമോചനാനന്ദയുടെ പരിശ്രമ ഫലമായി ഹരിവരാസനം അയ്യപ്പന്റെ ഉറക്കുപാട്ടായി അംഗീകരിക്കപ്പെട്ടു. 40കളിൽ ശബരിമല വലിയ കാടായിരുന്നു. അക്കാലത്ത് ആലപ്പുഴക്കാരനായ VR ഗോപാലമേനോൻ എന്നൊരു ഭക്തൻ ശബരിമലയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നു. പുറപ്പെടാ ശാന്തിയായി അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന ശബരിമല മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയുടെ ഏക സുഹൃത്ത് മേനോനായിരുന്നു. മേനോൻ ദിവസവും ദീപാരാധന സമയം ഹരിവരാസനം ആലപിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ശബരിമല ഭരണം ഏറ്റെടുത്തപ്പോൾ മേനോനെ കുടിയിറക്കി. വണ്ടിപ്പെരിയാറിലെ മൗണ്ട് എസ്റ്റേറ്റിൽ വെച്ച് മേനോൻ മരണമടഞ്ഞു. സുഹൃത്തിന്റെ മരണവാർത്ത അറിഞ്ഞ മേൽശാന്തി അന്ന് നടയടയ്ക്കും മുൻപ് ഹരിവരാസനം ആലപിച്ച് മേനോനെ അനുസ്മരിച്ചു. പിന്നെ ആ ആലാപനം പതിവായി എന്നും പറയപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിൽ കീർത്തനം ചൊല്ലി 2 വരി കഴിയുമ്പോഴാണ് മൈക്കിലൂടെ കേൾപ്പിക്കുന്നത്. മേൽശാന്തിയും പരികർമ്മികളും ചൊല്ലുമ്പോൾ ഓരോ വാക്കിനുമിടയിൽ സ്വാമി എന്ന് ചേർക്കുന്നുണ്ട്. യേശുദാസ് പാടിയ റെക്കോർഡിൽ അതില്ല. കീർത്തനം ഒരേ സമയം അകത്തും പുറത്തും അവസാനിപ്പിക്കേണ്ടതിനാലാണ് റെക്കോർഡ് ചെയ്തത് അല്പം വൈകിപ്പിക്കുന്നതത്രേ. വൃശ്ചിക മാസത്തിൽ മണ്ഡലവിളക്ക് പൂജകൾക്ക് ശേഷം സംസ്ഥാനത്തെ മിക്ക അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഹരിവരാസനം കേൾപ്പിക്കാറുണ്ട്. കച്ചേരികളിലും ഭജനകളിലുമെല്ലാം മധ്യമാവധി രാഗത്തിൽ ഈ ഗാനം മംഗളമായി ആലപിക്കുന്നു. മറ്റെല്ലാ ആലാപനങ്ങളിലും പിഴവ് വന്നാൽ മധ്യമാവധി പാടിയാൽ ആ ദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് സംഗീതജ്ഞരുടെ വിശ്വാസം. യേശുദാസ് ഇതിലെ 2ാമത്തെ വരി അരിവിമർദ്ദനം എന്നാണ് പാടിയത്. കാലങ്ങൾക്ക് ശേഷം ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ അരി വിമർദ്ദനം എന്നാണ് പാടേണ്ടത് എന്ന് തിരുത്തി. അതനുസരിച്ച് യേശുദാസ് അരി വിമർദ്ദനം എന്ന് തിരുത്തി പാടി. ഹരിവരാസനം എന്നാൽ ധർമ്മശാസ്താവിന്റെ ഇരിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. പരമമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും പ്രപഞ്ചത്തെ മോഹിപ്പിക്കുന്നവനും സകല ദിക്കുകളുടെയും ഈശ്വരനും ആരാധ്യങ്ങളായ പാതകങ്ങളോട് കൂടിയവനും നല്ല ചിന്തയുടെ ശത്രുക്കളെ കൊല്ലുന്നവനും എല്ലാ ദിവസവും നൃത്തം ചെയ്യുന്നവനുമായ ഹരിയുടെയും ഹരന്റെയും പുത്രനായ അയ്യപ്പ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ആദ്യത്തെ 4 വരികളുടെ അർത്ഥം. 2ാമത്തെ 4 വരികളിൽ ശരണം വിളി കേൾക്കുന്ന ശക്തമായ മനസ്സോടു കൂടിയവനും ലോകത്തിന്റെ പാലനത്തിൽ സന്തോഷമുള്ളവനും നൃത്തം ചെയ്യാൻ തൽപരനും ഉദയസൂര്യനെ പോലെ പ്രശോഭിക്കുന്നവനും സകല ഭൂതങ്ങളുടെയും നാഥനും ഹരിയുടെയും ഹരന്റെയും പുത്രനുമായ ദേവാ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. അയ്യപ്പ, നിന്നിൽ ഞാൻ ശരണം തേടുന്നു. 3ാം ഭാഗത്തിൽ ആത്മാവ് സത്യമാണ്, എല്ലാ ആത്മാക്കൾക്കും പ്രിയങ്കരനായവനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും പ്രകാശത്താൽ തിളങ്ങുന്നവനും ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ വാസസ്ഥലവും കീർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നവനുമായ ഹരിഹരപുത്ര ദേവ,
അയ്യപ്പ, നിന്നിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറയുന്നു. സുന്ദരമായ മുഖമുള്ളവൻ, കുതിരപ്പുറത്ത് കയറുന്നവൻ, അനുഗ്രഹീതമായ ഗദയെ ആയുധമാക്കിയവൻ, ഗുരുവിനെ പോലെ കൃപ നൽകുന്നവൻ, കീർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവൻ, അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും പുത്രനായ അയ്യപ്പ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് 4-ാം ഭാഗത്തിൽ പറയുന്നു. 5-ാം ഭാഗത്തിൽ 3 ലോകങ്ങളിലും ആരാധിക്കപ്പെടുന്നവനും എല്ലാ ദേവന്മാരുടെയും ആത്മാവായവനും ശിവന്റെ അധിപനും ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനും ദിവസം 3 നേരം പൂജിക്കുന്നവനും ചിന്ത സഫലമാക്കുന്നവനുമായ ഹരിഹരപുത്ര അയ്യപ്പ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. 6-ാം ഭാഗത്തിൽ ഭയത്തെ നശിപ്പിക്കുന്നവനും ഐശ്വര്യം നൽകുന്നവനും പ്രപഞ്ചത്തെ മയക്കുന്നവനും പുണ്യഭസ്മം ആഭരണമായി ധരിക്കുന്നവനും വെളുത്ത ആനപ്പുറത്ത് കയറുന്നവനുമായ ഹരിഹരപുത്ര അയ്യപ്പ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. മനോഹരമായ പുഞ്ചിരിയോടെ അനുഗ്രഹിക്കുന്നവൻ, അതിസുന്ദരൻ, ചന്ദനത്താൽ അലങ്കരിക്കപ്പെട്ടവൻ, ആനകൾക്ക് സിംഹം പോലെയുള്ളവൻ, കടുവയുടെ പുറത്ത് സഞ്ചരിക്കുന്നവൻ, അങ്ങനെയുള്ള ഹരിഹരപുത്ര, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് 7-ാം ഭാഗത്തിൽ പറയുന്നു. 8-ാം ഭാഗത്തിൽ ഭക്തർക്ക് പ്രിയപ്പെട്ടവനും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനും വേദങ്ങളാൽ സ്തുതിക്കുന്നവനും സന്യാസിമാരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനും വേദങ്ങളുടെ സാരാംശവും സംഗീതവും ആസ്വദിക്കുന്നവനുമായ ഹരിയുടെയും ഹരന്റെയും പുത്ര അയ്യപ്പ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നു.